എണ്ണ കുറവാണ്, അര ടാങ്ക് എണ്ണയുടെ താഴെയുള്ളൂ. എന്തായാലും ബോർഡറിൽ നിന്ന് അടിക്കാം നമുക്ക്. അവിടെ നിന്നൊരു 80 കിലോമീറ്റർ ദൂരം ഉണ്ട് ബോർഡറിലേക്ക്. ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഖത്തറിൽ നിന്ന് ബഹ്റിൻ വരെ ഒന്ന് പോയിട്ട് വരാൻ. വെറുതെ ചുമ്മാ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെയും ആ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാൻ വെച്ചു. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് എങ്ങനെ ബഹ്റിനിൽ പോകാം, എന്തൊക്കെ നമുക്കവിടെ കാണാമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വരാം നമുക്ക്. അത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ ഇവിടെ ഖത്തറിൽ 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 10:30 മണിക്ക് നമുക്ക് ഫസ്റ്റ് പോയിട്ട് സജീനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. കുറച്ച് വെള്ളം മേടിക്കണം, പെട്രോൾ അടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഫിനിഷ് ചെയ്ത് പതുക്കെ നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് ഇവിടെ കയറിയിട്ടെ ഒരു ഷവർ മേടിച്ചിട്ട് പോവാം. അപ്പോൾ അപ്പുറത്തെ നമ്മളെന്താ വേണം ആ ഷോപ്പിന് വരുന്നതാ സജി, അപ്പുറത്തെ ഷോപ്പിന് വരുന്ന നമ്മൾ വെള്ളം മേടിക്കുന്നത്, വെള്ളവും സ്നാക്സൊക്കെ മേടിക്കാം. അവിടെ നിന്ന് മേടിക്കാം. പേരെന്തിരുന്ന പോലെ തന്നെ റമീസ് തന്നെ, റമീസ് ഹൈപ്പർ മാർക്കറ്റ്. അത്ര മതി, അലങ്കാരം വേണ്ട. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി നെക്സ്റ്റ് അബുസമ്ര ബോർഡറിലേക്ക്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 90 കിലോമീറ്റർ ഉണ്ട്. ഡയറക്റ്റ് സ്ട്രെയിറ്റ് റോഡാണ്. Continue straight for 12 minutes to Salwa Road West. എത്ര കിലോമീറ്ററാണ്? 48 കിലോമീറ്റർ കൂടി പോകണല്ലേ ബോർഡർ എത്തണേ. മാപ്പ് കാണിക്കുന്നത് നമ്മൾ രാവിലെ ഒരു 3:30 അവിടെ എത്തുന്ന കാണിക്കുന്നത്. ഇപ്പോൾ നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇതെന്തോടെ നിൽക്കുന്നത്? JCB കയറ്റിയുള്ള ലോറിയാണ്. ഇപ്പോൾ നമ്മൾ അബുസമ്ര പെട്രോൾ പമ്പിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് നമുക്ക് ഇവിടുന്ന് യാത്ര ബോർഡറിലേക്ക് കിടക്കാം. ബോർഡറിൽ എന്തായാലും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫുൾ ടാങ്ക് അടിക്കില്ല നമുക്ക്. നല്ല ബെറ്റർ. സൗദിയിൽ വില കൂടുതലല്ലേ, നമുക്കൊരു ഫുൾ ടാങ്ക് അടിക്കാം. കന്നാസിൽ എടുക്കണ്ട അല്ലേ, ചെറിയ ക്യാനിൽ എടുക്കണ്ട നമുക്ക്. Turn left on Bo Samra Road. In 100 meters, turn left on Bo Samra Road. ഇനിയിപ്പോൾ അപ്പോൾ നേരെ നമ്മൾ ഇനിയിപ്പോൾ ബോർഡർ സെക്യൂരിറ്റിയിൽ കയറാം. ഇനിയിപ്പോൾ അവിടെ പോയി നിന്നെ നമുക്ക് രണ്ടാൾക്ക് എക്സിറ്റ് അടിക്കണം. അത് കഴിഞ്ഞ് നിന്റെ ഫിംഗറും കാര്യങ്ങളൊക്കെ സൗദിയുടെ അതിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് പിന്നെ നമ്മൾ സൗദി കയറാം. ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എന്തായാലും ഇവിടം വരെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് ഉള്ളൂ. In 500 meters, exit. നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇതൊക്കെ പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത സാധനങ്ങളാണല്ലോടാ. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഖത്തറിൻ്റെ ബോർഡർ എക്സിറ്റ് അടിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് സൗദി ബോർഡറിലേക്ക് ഓൾമോസ്റ്റ് ഒരു 7 to 8 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ സൗദിയിൽ ഫിംഗർ എടുക്കണം. ഇവിടെ നിന്ന് മഴ പെയ്തിട്ടുണ്ടോ? വെള്ളം നിൽക്കുന്ന ഇവിടെ ശരിയാണ് ചേർന്ന്. ആർ യു ഷുവർ? വെള്ളം നന്നായി വെള്ളം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ ബോർഡറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ നമ്മൾ സൗദി ബോർഡറിലേക്ക് എത്തി. ഇതാണ് സൗദിയുടെ ബോർഡറിൻ്റെ സ്ഥലം. അപ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ കാണുന്ന മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് ആദ്യമായിട്ട് നമ്മൾ വരുമ്പോൾ. അതായത് ആദ്യമായിട്ട് വരുമ്പോൾ പറഞ്ഞാൽ ഒരു വിസയിൽ, ഇപ്പോൾ ഈ പുതിയ എടുത്ത വിസയിൽ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഫിംഗറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആ ബിൽഡിങ്ങിനകത്താണ്. അപ്പോൾ സജി അങ്ങോട്ട് പോയിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരിക്കൽ ഓൾറെഡി എൻ്റെ ഫിനിഷ് ചെയ്താണ്. ജാനുവരിയിൽ എൻ്റെ ഫിനിഷ് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് ഫിംഗറിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഡയറക്റ്റ് പോകാം.
അപ്പോൾ സജിക്ക് മാത്രമേ ഒന്ന് അവിടെ പോയിട്ട് ഫിംഗർ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടെ ചിലവാക്കിയില്ലേ ബോർഡറിൽ. നിൻ്റെ ഫിംഗർ രജിസ്റ്റർ ചെയ്യണം, പിന്നെ എൻ്റെ എക്സിറ്റ് അടിച്ചു, നിൻ്റെ എക്സിറ്റ് അടിച്ചു, കാർ കസ്റ്റംസ്, നമ്മുടെ ഇൻഷുറൻസിനാണ് കൂടുതൽ ടൈം ഒന്ന് പോയത്. അവിടെ ക്യൂ ഉണ്ടായിരുന്നു, ഒറ്റ കൗണ്ടർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സുമാർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ അതാ സൗദി ബോർഡറിനുള്ളിൽ കടന്ന് സൗദി കസ്റ്റംസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സൗദിയിൽ എൻ്ററായി. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹ്റിൻ ബോർഡറിലേക്ക് എത്തും. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇറങ്ങണം, കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, മൊബൈൽ റീചാർജ് ചെയ്യണം, ഇൻ്റർനെറ്റ് കിട്ടണം, പിന്നെ പല പരിപാടികളുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ രാവിലെ 5 മണിയായി. നമ്മൾ ഏകദേശം അൽക്കോബാർ എത്താറായിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈവർ സ്വിച്ചിങ് നടത്തി ഞാൻ വീണ്ടും വണ്ടി ഓടിക്കാൻ കയറി. ഇതിടയ്ക്ക് ഞാൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സജി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100 കിലോമീറ്റർ സജി വണ്ടി ഓടിച്ചു. അപ്പോൾ ഞാനും വീണ്ടും കയറി. സജിക്ക് ഇന്ന് ഉറക്കം വന്നിട്ട് എന്താ ഇവിടുന്ന് ഏകദേശം ഒരു 50-60 കിലോമീറ്റർ കൂടി ഉള്ളൂ ബഹ്റിൻ എത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പോണ വഴിയിൽ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോവാം. ഇത്ര നേരം വീഡിയോസ് ഒന്നും എടുക്കാൻ ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും കാണാനില്ല. ഒന്നും തന്നെ ഇല്ല. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൂറ്റാക്കൊരു ഇട്ടായിരുന്നു, ഒന്നുമില്ല. നമുക്കിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നെ പോവാം. കിങ് ഫഹദ് പാലത്തിന് മേലെ കയറാൻ പോവാണ്. അപ്പോൾ നമ്മളവിടെ ടോൾ ബൂത്ത് കഴിഞ്ഞു. ടോൾ ബൂത്തിൽ ഞാൻ വീഡിയോക്കാൻ പറ്റിയില്ല എനിക്ക്. ടോൾ ബൂത്ത് കഴിഞ്ഞു. ടോള് നമ്മൾ കൊടുത്തു. ഇപ്പോൾ 5 പേര് കൊടുത്തു. 5 പേര് ടോള് കൊടുത്തു. ഇപ്പോൾ കിങ് ഫഹദ് പാലത്തിന് മേലെ കയറി നമ്മൾ. ഇനി കടലിൻ്റെ മേലെ കൂടെ ഉള്ള 21 കിലോമീറ്റർ തോന്നുന്നുണ്ട് കടലിൻ്റെ മേലെ കൂടെ പാലം. ഈ സൈഡുണ്ടോ കടലാണ് അവിടെ. അങ്ങനെ ദൂരത വരെ കാണുന്നു. അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യോദയം അവിടെ തുടങ്ങി. നമ്മളിതാ പാലത്തിൻ്റെ മേലെ കൂടെ പോകുന്നു. കടലിൻ്റെ നടുക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പാലം പണി വെച്ചു. സൗദിയുടെ ഭാഗത്ത് നമ്മളെ എക്സിറ്റ് അടിക്കാൻ വേണ്ടിയുള്ള തിരക്കാണിത്. എന്തോ ഒരു വണ്ടികളെ വന്ന് നോക്കാം ബഹ്റിനിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ബഹ്റിൻ്റെ ബോർഡറിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ അവിടെ എക്സ്റ്റേഷൻ്റെ ഷോപ്പിൽ പോയിട്ട് സിം കാർഡ് എടുത്തു. 8.50 BD 12 GB ഒരു മാസത്തിന്. നമുക്കൊരു ദിവസത്തിന് മതി. അപ്പോൾ അങ്ങനെ എടുത്തു പോയത്. പിന്നെ അതാ ഇവിടെ പള്ളിയുടെ അകത്തൊരു ബാത്റൂം ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഇനി പതുക്കെ പോകണം. സജിപ്പോൾ വണ്ടി കൂടെ നടക്കുന്നുണ്ട്. രണ്ടുപേരും നിർത്തിട്ട് ചുമ്മാ അതിൻ്റെ പരിസരത്ത് കൂടെ നടന്നു നോക്കുകയാണ് എന്താണ് ഇവിടെ കാണാനുള്ളതെന്നുള്ളത്. ഇവിടെ വലിയൊരു പാർക്കിംഗ് ലോട്ടിൽ ഇവിടെ നമുക്ക് വണ്ടിയുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷപ്പ് ആവാനും അവിടെ നമ്മൾ രാത്രി വണ്ടി ഓടിച്ചു പോകുന്ന ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആവാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ലേഡീസിനും ജെൻസിനൊക്കെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കണ്ടല്ലേ ആ കടലിൻ്റെ നടുക്ക് കൂടെ ഉണ്ടാക്കിയുള്ള പാത. ആ തലയ്ക്ക് അപ്പുറം കാണുന്നുണ്ടോ അറിയില്ല, ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ആ തലയ്ക്ക് കാണുന്നതാണ് ബഹ്റിൻ്റെ. ഇതിപ്പോൾ അതിൽ നടുക്കിലുണ്ടാക്കി വെച്ചുള്ള ഒരു ഐലൻഡിലാണ് ഈ എമിഗ്രേഷൻ
അതിൻ്റെ ക്ലിയറൻസ്, സൗദിയുടെ എക്സിറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഐലൻഡിലാണ് ഉണ്ടാക്കി വെച്ചുള്ളത്. ഇതിന് ചുറ്റും കടലാണ്. ഇത് ചെറിയൊരു ഐലൻഡ്, ഈ തോന്നുന്നത് മാൻമെയ്ഡ് ഐലൻഡാണെന്ന് തോന്നുന്നത്, കടലിൽ മണ്ണിട്ട് പൊന്തിച്ചിട്ട്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ബഹ്റൈൻ. Turn right. Then turn left on King പതുക്കെ നമ്മൾ യാത്ര തുടങ്ങി. Turn left on King Fahad Causeway. നമ്മൾ ബഹ്റൈൻ ഫോർട്ടിലേക്ക് ആദ്യം പോയി വെച്ചിട്ടാണ് Continue straight for അവിടെയാണ് 11 കാണിച്ചിട്ടുള്ളത്. minutes toward Manama, Al Seef District. മാപ്പ് അങ്ങോട്ടിട്ടുണ്ട്, അവിടെ പോയി നോക്കാം അവിടെ എന്താ അവസ്ഥ എന്നുള്ളത്. കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാം. അവിടുത്തെ വീഡിയോസ് കുറച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ വണ്ടി നല്ല കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രം നിർത്താൻ പാടുള്ളൂ, അല്ല നിർത്താൻ പാടില്ല എന്നാണ്. നമ്മുടെ പോലീസ് ഇപ്പോൾ എത്തും, അവിടെ വണ്ടി നിർത്തി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ബഹ്റൈൻ്റെ ഇത് ഫസ്റ്റ് ഐലൻഡാണ്. ഇത് ബഹ്റൈൻ്റെ ഇതൊരു ഐലൻഡ് തന്നെയാണ്. ഇത് കഴിഞ്ഞ് ഒരു പാലം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബഹ്റൈൻ്റെ മെയിൻ സെൻറ്ററിലേക്ക് എത്തിപ്പെടുന്നത്. ഇത് കുഞ്ഞൊരു ഐലൻഡാണ് ഇപ്പോൾ വന്ന് കയറിയത്, കടലിൽ നിന്ന് നേരെ വന്ന് കയറുകയാണ് കണ്ടത്. ഇനി ഇവിടെ നിന്ന് അടുത്ത ഐലൻഡിൽ എത്തുമ്പോഴാണ് ബഹ്റൈൻ്റെ മെയിൻ ലാൻഡിലേക്ക് എത്തുന്നത്. നമ്മുടെ ഫസ്റ്റ് ഐലൻഡ് നമ്മൾ ഇവിടെ നിന്ന് തീർന്നു. വീണ്ടും കടൽ തുടങ്ങി, പാലം തുടങ്ങി. ഇവിടെ ഇത് കുറച്ചും കൂടി ദൂരം കൊണ്ട് ഓടിച്ചെന്നാൽ മാത്രമേ നമ്മൾ ബഹ്റൈൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അങ്ങനെ നമ്മൾ മനാമ ടൗണിലേക്ക്, ബഹ്റൈൻ്റെ ക്യാപിറ്റലാണ് മനാമ ടൗണിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ ടൗൺ തുടങ്ങുകയാണ്. സൗദിയിൽ നിന്നുള്ള റോഡ്, പാലം ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എൻട്രി ആയി. നമ്മൾ മനാമ സിറ്റിയിലകത്തേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. രാവിലെ നേരത്തെ പുലർച്ചെ ആയതുകൊണ്ട് വന്നിട്ട് അധികം വണ്ടികളൊന്നും റോട്ടിലില്ല, എല്ലാം ആയി തുടങ്ങുന്നേ ഉള്ളൂ വണ്ടികളൊക്കെ. ഇപ്പോൾ ബോർഡർ കടന്ന് വരുന്ന വണ്ടികൾ തന്നെ ഉള്ളൂ വന്നിട്ട്. മേ ബി ഈ റോഡ് നേരെ അങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും മറ്റു വണ്ടികളൊന്നും ടൗണിലേക്ക് കയറിയൊക്കെ. പിന്നെ ഒന്ന് വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അധികം ആരും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെന്താ, രാവിലെ 8 മണി ആയിട്ടുള്ളൂ. മലയാളികളൊക്കെ കിടന്ന് ഉറങ്ങായിരിക്കും. മലയാളികൾ മാത്രമല്ല, പ്രവാസികളെല്ലാം നല്ല സുഖനിദ്രയിലായിരിക്കും. In 300 meters, turn right. ഇവിടെ റോഡ് സൈഡിലുണ്ടോ, നമ്മൾ ഖത്തറിൽ കാണാത്ത കുറച്ച് അനുഭവങ്ങളാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്. നമ്മുടെ വാട്ടർമെലനാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ഖത്തറിൽ നമ്മൾ കണ്ടിട്ടില്ല. Turn left on Road 3805. Then turn right on Road 3806. നമ്മളിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബഹ്റൈൻ ഫോർട്ടാണ്. ഫോർട്ടിൻ്റെ തല കൂടെ തന്നെ കാണുന്നുണ്ട്, ഒരു കൊടിയൊക്കെ അവിടെ കാണുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പഴയ കെട്ടിടങ്ങളുടെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ളതൊക്കെയാണ് ഇവിടെ. അവർ മണ്ണ് മാറ്റി പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടലാണ്, തൊട്ടപ്പുറത്ത് തന്നെ ബീച്ച് സൈഡാണത്. അതാ കാണുന്നത്. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അത് പോയൊക്കെ അവിടെ ആൾക്കാരൊക്കെ അവിടെ പോകുന്നുണ്ട്, വണ്ടിയൊക്കെ വന്ന് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്, എന്നാലേ ഫോർട്ടിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തുള്ളൂ. വിക്കിപീഡിയ നോക്കിയപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയുള്ളതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പൊളിഞ്ഞു പോയി, മണ്ണിൻ്റെ അടിയിൽ പോയി. പിന്നെ രണ്ടാമത് അതിനെ ഗവേഷകർ പുറത്തെടുത്തു. ഇപ്പോൾ യുനെസ്കോ
സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടതിന്. നല്ല പഴയ സിസ്റ്റം തന്നെ. കോട്ടയുടെ ചുറ്റുഭാഗവും വലിയ കടങ്ക് വെച്ചിട്ടിരിക്കുന്നു. മൃഗങ്ങളും ഈ ശത്രുക്കളൊന്നും പെട്ടെന്ന് കോട്ടറുള്ളിൽ കയറാൻ അതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതൊക്കെ ഇവിടെ വീണ്ടും വീണ്ടും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടിയിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും കോട്ടയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ ഒരു പഴയ കിണറും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ നിർമ്മിതികളൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടോ തോന്നുന്നുണ്ട് ഗൈഡും ആരും ഒന്നുമില്ല. അവരോട് ചോദിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഇതാ കടലിനോട് ചേർന്നിട്ടും പല നിർമ്മിതികളുമുണ്ട്. ഇതിനകത്തുകൊണ്ട് കിണർ പോലത്തെ പഴയകാലത്തെ കിണറും ഇതൊക്കെ ഇവിടെയുണ്ട്. കടലിൻ്റെ എത്ര അടുത്ത് നമുക്ക് തൊട്ടടുത്ത്, കടലിൻ്റെ തൊട്ടടുത്താണ്. വെയിലേറ്റ് വരുമ്പോൾ മുങ്ങിപ്പോകുന്ന രീതിയിലൊക്കെ ഉള്ളത് ഇവിടെ. ഇടണ്ട. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയൽ ഷോട്ട്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നമ്മൾ നടന്ന് കാണാനുള്ളത്. അപ്പം നമ്മൾ നിൽക്കുന്ന ഏകദേശം ഇവിടെ ഈ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ വഴി ഇങ്ങനെ കയറി എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉള്ളിൽ പ്രശ്നമുണ്ട്. ഉള്ളിൽ ഒരു ചെറിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളി കാര്യമായിട്ട് വീഡിയോ റെക്കോർഡിങ് സമ്മതിക്കുന്നില്ല. ഫോട്ടോ എടുത്താൽ മതി, വീഡിയോ എടുക്കണ്ട എന്നുള്ളതാണ് പുള്ളിയുടെ ഡയലോഗ്. പുള്ളി കാണാതെ എടുത്തുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഞാനത് കുഴപ്പമില്ലെങ്കിൽ ഞാനത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഏരിയയൊക്കെ നോക്കേ, നമ്മളെ നാട്ടിലുള്ള പോലെ അല്ലേ, ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന പോലെ. ഇങ്ങനെ ഒരു സീന് നമുക്ക് ഖത്തറിൽ ഈവൻ നമ്മൾ ഫാമുകളിൽ പോയപ്പോലും കാണാൻ കഴിയില്ല, ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. നമ്മളെ നാട്ടിലെ ഒരു തോട്ടത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഫീല്. ഇപ്പോൾ നമ്മൾ നാഷണൽ മ്യൂസിയം ബഹ്റൈനിലെത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു നോക്കാം. എത്ര ഫീ, ക്യാമറ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുമോ, ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ക്യാമറ ഉള്ളിൽ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കയറില്ല, തിരിച്ചു പോകും. ക്യാമറ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പതുക്കുന്ന ഉള്ളിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഓ, ഇത് നൈറ്റ് വിഷൻ ഇല്ലല്ലേ. ആദ്യം ശ്രദ്ധിക്കില്ല നടന്നു പോയപ്പോൾ. ഈ നിറത്ത് കാണുന്നുണ്ടോ, നിറത്ത് കാണുന്നത് ബഹ്റൈൻ്റെ ചിത്രം വരച്ചിട്ടുള്ളതാണ്. ഫ്ലോറിൽ ആ പച്ച ഭാഗം കാണുന്നത് കടലും വെള്ളഭാഗം കാണുന്നത് കരയായിട്ടാണ്. കണ്ടോ, ബഹ്റൈൻ്റെ പഴയകാലം കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ എയർപോർട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഗ്രാമങ്ങൾ ഒക്കെ തീരത്തോട് ചേർന്നുള്ള ഗ്രാമങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ കുറേ മലനിരകളുടെയും കാര്യങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഓയിൽ ഏരിയ. ഇതാണ് മെയിൻ ബഹ്റൈൻ. ഇതാണ് ഫുൾ ബഹ്റൈൻ. ഫുള്ളായിട്ട് അവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇരിക്കുന്നുണ്ടോ, 2 ചാവിയും ഒരു ബുക്കും. ഇത് പറഞ്ഞാൽ ഒരു പുലിക്കുട്ടി സാധനത്തിൻ്റെതാണ്. അതാണ് ഈ കിടക്കുന്ന മുതൽ. ഈ മുതലിൻ്റെയാണത്.
ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഴയൊരു ഷെയ്ക്കിന് ഇവിടുത്തെ ഓയിൽ കണ്ടുപിടിച്ചതിന് 60ാം വാർഷികത്തിന് ഇവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാറാണത്. ആ കാറിൻ്റെ എന്നെ റീസ്റ്റോർ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കും. ഇപ്പോൾ അന്നെടുത്ത ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇതിപ്പോഴും പോളിഷ് ചെയ്ത് ഷൈൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കും. അന്നത്തെ ഹോണും ഹെഡ്ലൈറ്റും കാര്യങ്ങളും എല്ലാം അതുപോലെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹോളിലുള്ള എല്ലാം ഇവരുടെ കസ്റ്റം ആൻഡ് ട്രഡീഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഇത് പഴയൊരു ഇവരുടെ വീടിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചുള്ളതാണത്. ഇവരുടെ പണ്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല കൈക്കോട്ട്, അതുമാതിരി ഹാമർ, തേപ്പുലക, കൊട്ട, തൂക്കൊട്ട എല്ലാം ഇവിടെയുണ്ട്. ഇത് കുറച്ച് ആധുനികമാണ് ഈ വീടെങ്കിൽ ഇതൊന്നും കൂടി പുരാതനമായിട്ടുള്ള വീടാണ്. ഇതാണ് ഇവരുടെ പരമ്പരാഗത വസ്ത്രരീതി. ഒരു പരമ്പരാഗത വസ്ത്രരീതിയാണ് കാണിക്കുന്നത്. പിന്നെ പെണ്ണുങ്ങൾ മജ്‌ലിസിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണത്. അവരെ നെയ്ത്തും പട്ടുനൂറുമായിട്ട് നെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് കോട്ടൺ കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ നമ്മളുടെ കിടക്കും നിലവണയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ചെയ്ത് വെച്ചുള്ളതാണ്. പഴയ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇരുമ്പ്, കൊല്ലൻ്റെ ആല, ലോഹത്തിൻ്റെ ഗോൾഡ് ടേക്ക് പണിശാല, മരപ്പണിശാല, ഊതും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം, തയ്യക്കട, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കട, പലചരക്കുകളുടെ കട, സ്വീറ്റ്സിൻ്റെ കട, ബാർബർ ഷോപ്പ്. ഇത് ബാർബർ ഷോപ്പാണ്. ബാർബർ ഷോപ്പ് കണ്ടോ, ഒരാളിരുന്നിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് കുബൂസ് ഉണ്ടാക്കുന്ന സ്ഥലം. പണ്ട് വെള്ളം കുറഞ്ഞ ടണലാണ് ഇങ്ങനെ. അതിൻ്റെ ഇപ്പുറത്തെ അവസ്ഥയാണ് പൊളിഞ്ഞു പോയിട്ടുള്ളതിൻ്റെ. ഇവിടെയൊക്കെ ഇവിടെ നിന്ന് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയുള്ള തലയോട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്.
In 5.4 kilometers, turn left. ഇതാണ് നമ്മുടെ ബഹ്റൈൻ്റെ ഓയിൽ മ്യൂസിയം. ഈ ഓയിൽ മ്യൂസിയത്തിൻ്റെ സൈഡിലാണ് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെയാണ് നമ്മൾ GCCയിലത്തെ ആദ്യമായിട്ട് എണ്ണ കണ്ടുപിടിച്ച എണ്ണ കിണർ. ഇതാണ് ആദ്യമായിട്ട് ഒരു കുഴിച്ച എണ്ണ കിണർ. ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് എണ്ണ GCCയിൽ, ഓൾ GCCയിൽ. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1931 ഇത് കുഴിക്കുന്നത്. ഓയിൽ കണ്ടെത്തുന്നത് 1932. ഇനീഷ്യലി കണ്ടിട്ടുണ്ടെങ്കിൽ 400 ബാരൽ പെർ ഹവറായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ ബോർഡിനകത്തുള്ളത്. ഇതാണ് ഈ ഓയിലിൻ്റെ കിണർ റിഗ് കുഴിക്കുന്നതിൻ്റെ ബിറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഇതതിൻ്റെ വാൽവും കാര്യങ്ങളും, ചെറിയ ബിറ്റുകൾ, വലിയ ബിറ്റുകൾ. ഇവിടെ നിന്ന് മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന മരമുണ്ടല്ലോ, ഇതിനെ ഇവിടെ പറയുന്നത് ട്രീ ഓഫ് ലൈഫ് എന്നാണ്. ഇത് ഒരു കാർബൺ ഏജിങ് ഒക്കെ നോക്കിയിട്ട് ഇതിന് ഏകദേശം 600 വർഷം പഴക്കമുണ്ട്. ഈ മരഭൂമി 600 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു മരമാണ് നമുക്ക്. സാധാരണ ഒരു മരം, പക്ഷേ അതിൻ്റെ ലൈഫ് കുറച്ച് കൂടുതലാണ് സാധാരണ. മരം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മരത്തിന് നല്ല പൊട്ടിക്കാറ്റുണ്ട്. നമ്മളിപ്പോൾ അല്ലറയിൽ നിന്നുള്ള ഒരു നാച്ചുറൽ റിസർവിൻ്റെ ഒരു പാർക്കാണത്. അവിടെ എത്തിയിട്ടുണ്ട് ബഹ്റൈനിൽ. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അല്ലറയിൻ്റെ എൻട്രൻസിലേക്ക് സജീന വിട്ടിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അല്ലറയിൻ പാർക്കിൻ്റെ ഉള്ളിലെത്തി. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് 4 റിയാൽ. അപ്പോൾ അവിടെ തന്നെ അവർ ആദ്യമേ പറഞ്ഞു ചൂട് കൂടിയതായതുകൊണ്ട് വൈൽഡ് ലൈഫും ഒന്നുമില്ല, പുറത്ത് എല്ലാവരെയും പിടിച്ച് കൂട്ടിലാക്കിയിരിക്കുന്നു, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ബേഡുകളും അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിലുള്ള കൂടുകളിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും ഉള്ളിലാക്കിയത് ചൂട് കൂടിയിട്ടാണ്. നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി എന്നതിൻ്റെ ഉള്ളിലൊക്കെ കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരിക്കൽ വന്നിട്ടുണ്ട്, മുന്നൊരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ. അന്ന് ഇവിടെ ഈ കുളത്തിൽ കുറേ നമ്മളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയുക, അരയണങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലെമിംഗും ഒക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കൂട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഒന്നും കാണാനില്ല.
എല്ലാം ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ അത് 2 ഒട്ടക്കച്ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. കൂട്ടിലൊന്നും തിന്നല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വരട്ടെ തിന്നുന്നത്. നമ്മളവിടെ എൻട്രൻസിൽ അന്നുണ്ടായിരുന്ന ഫ്ലെമിംഗോ തോന്നുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ പാടത്തുണ്ടാകുന്ന കൊത്തിയും കൊക്കും, പിന്നെ വേറെ ഏതോ പാടത്തുണ്ടാകുന്ന ടൈപ്പ് കൊക്കും ഫ്ലെമിംഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇതിൽ സഫാരിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇന്നും ഒന്നുമില്ല. ചൂട് കാരണം മൃഗങ്ങളെ ഉള്ളിലാക്കിയിട്ട് സഫാരിയിലൊന്നുമില്ല. പിന്നെ നല്ല അടിപൊളി ഈന്തപ്പഴം നിൽക്കുന്നുണ്ട്, കോലച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് വൈൽഡ് ബീസ്റ്റും ഒരു സീബ്രയും 2 സീബ്രയും, ആ തലയ്ക്ക് 2 യമു നിൽക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ലായിരിക്കും അതിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും പുറത്തേക്ക് പോകാൻ വെച്ചിട്ടാണ്. ഇതുവഴി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സോവനീർ ഷോപ്പൊക്കെ ഉണ്ട്. അത് കുറേ ഇവിടുത്തെ പ്രത്യേകതയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന കട. അങ്ങനെ നമ്മൾ ബഹ്റൈൻ്റെ യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് ഖത്തറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ 1 ഡേ ട്രിപ്പായിട്ട് വന്നത്. ഇന്നലെ രാത്രി നമ്മളൊരു 10-11 മണിക്കാണ് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വന്ന് നമ്മൾ പുലർച്ചെ ഇവിടെ എത്തി. ഇന്ന് 4-5 സ്ഥലങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ തിരിച്ച് യാത്ര തുടങ്ങി. ഇപ്പോൾ അവിടെ നമ്മൾ കോസ്റ്റൽ ഹൈവേ കയറുന്നതിന് വേണ്ടിയുള്ള ടോള് 2 BD, അതായത് 25 സൗദി റിയാൽ നമ്മളവിടെ പേ ചെയ്തു. അവനെന്താ വണ്ടിയിൽ നിന്ന് എറിഞ്ഞാടാ? നമ്മളോട്ട് ഇപ്പോൾ എടുത്താട്ടി ഒന്ന് ഗ്ലാസ് ഒന്ന് എറിഞ്ഞിട്ട്. സൂര്യാസ്തമനമാണ് ആ കാണുന്നത് അല്ലേ? മടക്കയാത്രയിൽ ഇപ്പോൾ ബഹ്റൈൻ്റെ എക്സിറ്റ് ആവാറായി. ഏകദേശം 2-2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ബഹ്റൈൻ്റെ എക്സിറ്റാണ്. കോസ്റ്റൽ വേ. Reduced speed ahead.
തിരക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബഹ്റൈൻ്റെ യാത്രയൊക്കെ ഓൾമോസ്റ്റ് ബഹ്റൈൻ്റെ സൈഡ് ഫിനിഷ് ചെയ്തു. അങ്ങനെ സൗദിയിൽ കടന്നു നമ്മൾ എണ്ണയൊക്കെ അടിച്ചു വന്ന് ജസ്റ്റ് ഫ്രഷപ്പൊക്കെ ആയി. നമ്മളിനിപ്പോൾ ഖത്തറിലേക്ക് യാത്ര തിരിച്ചു പോകും. ഇനി ഏകദേശം നമുക്ക് ഒരു 280 ചില്ലാനും കിലോമീറ്റർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖത്തറുടെ ബോർഡറിലെത്തും. 210 കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഖത്തർ ബോർഡറിലെത്തി നമ്മൾ. അപ്പോൾ ഏകദേശം മാപ്പ് പറഞ്ഞത് നമ്മൾ അവിടേക്ക് ഒരു 2.5 മണിക്കൂറും കൂടി ഉണ്ടെന്നുള്ള പറയുന്നത് ഖത്തറിൻ്റെ ബോർഡറിലേക്ക്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് ഒരു 90 കിലോമീറ്റർ, അടുത്തൊരു 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ. അപ്പോൾ ഏകദേശം ഒരു 10 മണി 12 മണിയുടെ ഇടയിൽ 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തേണ്ടതാണ്. ഈ ഒരു ലൈനിൽ പോവുകയാണെങ്കിൽ, ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതാണ് ഇപ്പോൾ നമ്മളെ മാപ്പ് നമ്മളോട് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ സൗദി ബോർഡർ കടന്നു. അവിടെ നിന്ന് ക്യാമറ എടുക്കാൻ പറ്റിയില്ല, നമുക്ക് അവിടെ മമ്മിന് വരുന്നത്. എനിവേ നമ്മളിപ്പോൾ ഒരു 10:15 ബോർഡറിലെത്തി. ജസ്റ്റ് 5 മിനിറ്റ് പരിപാടി. നമ്മൾ സൗദി ബോർഡർ എക്സിറ്റ് ആയി. ഇനിയിപ്പോൾ ഖത്തർ ബോർഡറിലേക്ക് പോകണം. ഏകദേശം ഒരു 50 കിലോമീറ്റർ ആയിട്ട് പോകണം. ഖത്തർ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ഒരു 10:45 ആകുമ്പോഴേക്കും നമ്മൾ ഖത്തറിൻ്റെ ഉള്ളിൽ കയറും. അങ്ങനെ 1 ഡേ ട്രിപ്പ്, സൗദിക്കുള്ള 1 ഡേ ട്രിപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തു. സൗദി അല്ല, ബഹ്റിനിലേക്കുള്ള 1 ഡേ ട്രിപ്പ്. ഇനി ഖത്തറിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദോഹേൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ നമ്മളുടെ ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം 10:43, ഞാൻ 10:45 പറഞ്ഞിട്ട് 2 മിനിറ്റ് മുന്നേ നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് ദോഹയുടെ ഖത്തറിൻ്റെ ഉള്ളിൽ കയറി. ഇനി നേരെ ഒരു 90 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് റൂമെത്താം. അപ്പോൾ അങ്ങനെ 1 ഡേ ട്രിപ്പ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടീനെ ഒന്ന് ലെവലാക്കണം, വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം. വീണ്ടും നാളെ തൊട്ട് വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങണം.